ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വിടില്ല, ഞാൻ വിടത്തില്ല. എന്റെ ഭർത്താവല്ലേ. നിന്നോട് വിടാനാ പറഞ്ഞേ. എടാ മോനെ, നീ ഒന്ന് പക്വത കാണിച്ച, മര്യാദയ്ക്കൊന്ന് ആലോചിച്ച, ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കണിമംഗലത്ത് പരമേശ്വരനും ജയഭാരതിയും അടക്കമുള്ളവര് പോലീസ് സ്റ്റേഷനിലും കോടതിയും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ രാധിക മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പണ്ട് പറയാൻ മടിച്ചത് ഇപ്പൊ പറയണം, ഇറങ്ങിപ്പോവാൻ. ഇനി അഥവാ ഇറങ്ങിപ്പോയില്ലെങ്കിലേ അവളുടെ കാര്യം എനിക്ക് വിട്ടേക്കടാ. കൊല്ലേണ്ടി വന്നാ കൊല്ലും അവളെ ഞാൻ. എന്റെ പ്രിയങ്കമോൾക്ക് വേണ്ടി ബാക്കിയുള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. അമ്മയുടെ പ്രായം എത്രയാ? കയ്യും കാലും മുട്ടും ഒക്കെ വേദനിക്കുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ശരീരത്തിന് വേദന വരുമ്പോ ദൈവമേന്ന് വിളിച്ച് കരയാറുണ്ടല്ലോ. എന്നിട്ടും മറ്റുള്ളവരോട് ഒരു കാരുണ്യം തോന്നുന്നില്ലേ മനസ്സില്? അമ്മ ദയവ് ഇതൊരു കാര്യം ചെയ്യണം. ഈ കുടുംബകാരണവന്മാരുടെ ഭാഷയും പറഞ്ഞ് ഗൗരവത്തിൽ സംസാരിക്കാനുള്ള ഈ വരവ് ഇനി വേണ്ട. അമ്മ ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന ബഹളൊക്കെ ഉണ്ടല്ലോ, അതെന്നെ അങ്ങ് ചെയ്തോ. അമ്മ പ്രിയങ്കയുടെ അസുഖം മാറ്റിയാലും നല്ല രീതിയിൽ അവളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താലും വരുണും രാധികയും തമ്മിൽ വേറെ പിരിയില്ല. ഇതെന്റെ തീരുമാനാ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പ്രിയങ്കമോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ശ്രമിക്കും. അതിനാര് തടസ്സം നിന്നാലും ഞാൻ അവരെ കോടതി കയറ്റും. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം. പക്ഷേ ഈ സുകുമാരി ചാവണമെങ്കിലേ ഇത്തിരി ബുദ്ധിമുട്ടാ. ഇതെന്താ ദേവേട്ട അമ്മ ഇങ്ങനെ ആയിപ്പോയത്? പണ്ടുള്ളവര് പറയും മനസ്സിൽ പിശാച് കയറിയാ പിന്നെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂന്ന്. വീടിന്റെ ഉത്തരത്തിന് തീ പിടിച്ചിരിക്കുകയാണ് യശോദേ. എപ്പോ വേണമെങ്കിലും അത് നിലംപൊത്തി നമ്മളെയൊക്കെ വിഴുങ്ങാം. ഞാനെന്തായാലും നോക്കട്ടടാ. എല്ലാവരും ഒന്നിച്ചൊരു ട്രിപ്പിന് ഇറങ്ങണമെങ്കിലേ ടോട്ടൽ ഒന്ന് ഫ്രീ ആയല്ലേ പറ്റൂ. അത് വേറൊന്നുമില്ലടാ. ഞാനിപ്പോ കമ്പനി കാര്യങ്ങളൊക്കെ കുറച്ച് ഏറ്റെടുത്തിരിക്കുക. അതെല്ലാം വിട്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എന്തായാലും നമുക്ക് എല്ലാവരോടും ഒന്ന് സംസാരിക്കാം. പിന്നെ വേറൊന്നുള്ള വിശേഷങ്ങള്? വരുൺ തനിച്ച് നിൽക്കുന്നത് കണ്ടു. അതിന് എനിക്കെന്താ? മോളല്ലേ എപ്പോഴും പറയുന്നേ ആ ചേട്ടന് മോളോട് ദേഷ്യാണെന്ന്? അതെ. ആ ദേഷ്യം തീർക്കാനുള്ള മാർഗമാ ഞങ്ങൾ പറയുന്നത്. എന്ത് മാർഗം? ആ നിക്കുന്നതേ പ്രിയങ്കയുടെ ഭർത്താവാ. പ്രിയങ്ക അവന്റെ ഭാര്യയാ. സത്യം. ആ ചേട്ടന്റെ ദേഷ്യം തീരണമെങ്കിലേ മോള് പുറകെ ചെന്ന് ആ ചേട്ടനെ കെട്ടിപ്പിടിക്കണം. അയ്യോ, ആ ചേട്ടൻ ചീത്ത പറയും. അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. മോള് ചെന്ന് കെട്ടിപ്പിടിച്ചാലേ ആ ചേട്ടന് സന്തോഷാവും. പിന്നെ ആ ചേട്ടൻ മോളുടെ കൂടെ കൂട്ടുകൂടും, കളിക്കും, ചിരിക്കും. ശരിക്കും? ശരിക്കും ശരിക്കും. പിന്നെ ഒരു കാര്യം, കൂട്ടുകൂടാനുള്ള മാർഗം പറഞ്ഞു തന്നത് ഞങ്ങളാണെന്ന് പ്രിയങ്ക ആരോടും പറയാൻ പാടില്ല. ഇല്ല, പറയത്തില്ല. ആ, നീ പറ. 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 നീ പറ.
എന്നാലേ ഞങ്ങളോട് സത്യം ചെയ്യേ. സത്യം. എന്നാലേ ചെല്ല്, ചെല്ല്. പിണക്ക് അവസാനിച്ചിട്ടേ പിടിവിടാൻ പാടുള്ളൂ. കേട്ടോ? ചേട്ടനുമായിട്ടുള്ള പിണക്കം മാറുമ്പോഴേ ഞങ്ങള് മറന്നോളയോ? ഇല്ല, ഒരിക്കലും മറക്കില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. പൊയ്ക്കോ, പൊയ്ക്കോ. പൊയ്ക്കോ, പൊയ്ക്കോ. ചെല്ല്. ഇനി നടക്കാൻ പോകുന്നതാണ് ചെറിയമ്മേ അംഗം. നമ്മൾ വെറും കാഴ്ചക്കാരായ മാത്രം മതി. ആ ആ ശരി. ശരി, എന്നാ ഞാൻ വിളിക്കാം. ആ. ഇതെന്ത് പറ്റി? കണിമംഗലത്ത് നിൽക്കുമ്പോ നേരം നോക്കാൻ പോലും മടിയാണല്ലോ. ഇന്ന് പറ്റി എന്റെ പെണ്ണിന് ഇത്രമാത്രം സ്നേഹം. ആ എന്നാൽ ശരി, കണിമംഗലത്തെ ആചാരങ്ങൾ ഞാനും അങ്ങ് ലംഘിച്ചേക്കാം. നീ എന്ത് കാണിക്കുന്നേ? ഞാൻ വിടൂല. എന്റെ ഭർത്താവല്ലേ, അപ്പൊ പിന്നെ ഞാൻ പിടിച്ചാൽ എന്താ കുഴപ്പം? വിടാനാ പറഞ്ഞ? വിടാനല്ലേ പറഞ്ഞ? നീ മാറാനാ പറഞ്ഞ? എന്റെ ദേഹത്തുനിന്ന് വിടാൻ. മാറാൻ. നീ എന്തീ കാണിക്കുന്നത്? ഞാൻ വിടില്ല, ഞാൻ വിടത്തില്ല. എന്റെ ഭർത്താവല്ലേ. നിന്നോട് വിടാനാ പറഞ്ഞ? മാറാൻ. മാറും. മാറാൻ. ഇല്ല, ഞാൻ വിടില്ല. എന്റെ ഭർത്താവല്ലേ, ഞാൻ വിടത്തില്ല. നിന്നോട് പറഞ്ഞ മാറിയിക്കാൻ. ഞാൻ വിടില്ല. എന്റെ ഭർത്താവാ. പ്രിയങ്ക, രാധിക, ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ? പിടിച്ച് മാറ്റി ഇവിടെ. പിടിച്ച് മാറി. മാറാനല്ലേ പറഞ്ഞു? ഞാൻ മാറില്ല. എന്റെ ഭർത്താവാ. ഞാൻ മാറില്ല. പ്രിയ മാറാൻ. പ്രിയ